അതൊരു ഘടകമായി തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് വിദഗ്ധരും പോലീസും ഒക്കെ പറയുന്നത്. ഏതായാലും ലഹരിക്കെതിരെ റിപ്പോർട്ടറിന്റെ പോരാട്ടം തുടരുകയാണ്. റിപ്പോർട്ടർ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ്, ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന പേരിൽ ക്യാമ്പയിൻ തുടരുന്നു. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ വാഹന റാലി നടക്കുകയാണ്. വിഴിഞ്ഞം മുതൽ മാർ ഇവാനിയോസ് കോളേജ് വരെ. അതിനിടയിലാണ് നമ്മൾ പത്തനംതിട്ടയിലെ ഒരു കാഴ്ചയിലേക്ക് പോകുന്നത്. മാടമണ്ണിലേക്കാണ് പോകുന്നത്. അവിടെ കഞ്ചാവും MDMA ഒക്കെ വിൽക്കാനും ഉപയോഗിക്കാനും വരുന്നവർ ഇനി ഒന്ന് ഭയക്കണം. മാടമൺ വടക്കൻസ് എന്ന പേരിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ലഹരി മാഫിയക്കെതിരെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ലഹരി മരുന്ന് വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ ഇടി സൽക്കാരം ഉണ്ടായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ചെറുപ്പക്കാർ ലഹരി മാഫിയയ്ക്ക് നൽകിയിരിക്കുന്നത്. മാടമൺ പ്രകൃതി രമണീയമായ സ്ഥലമായതിനാൽ മറ്റ് ജില്ലകളിൽ നിന്ന് ലഹരി പദാർത്ഥം ഉപയോഗിക്കാനായി കൂട്ടത്തോടെ ഈ ഭാഗത്തേക്ക് ആളുകൾ എത്തുന്നുണ്ട് എന്നും അത് ഏത് വിധേനയും ചെറുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഇവർ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ മാടമൺ വള്ളക്കടവ് എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഫ്ലെക്സ് ബോർഡ് വളരെ ആകർഷണീയമാണ്. ഒപ്പം തന്നെ ഒരു വലിയ സന്ദേശം കൂടി സമൂഹത്തിന് നൽകുന്നുണ്ട്. നമുക്കാദ്യം ആ ഫ്ലെക്സ് ബോർഡ് ഒന്ന് കാണാം. ഒപ്പം ആ ഫ്ലെക്സ് ബോർഡിൽ വെച്ചിരിക്കുന്ന വാചകങ്ങളും അതിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങളും കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതാണ് ആ ഫ്ലെക്സ് ബോർഡ്. ലഹരി വിൽപ്പനയും ഉപയോഗവും കർശനമായി നിരോധിച്ചിരിക്കുന്നു. കഞ്ചാവ്, MDMA നിരോധിത ലഹരി പദാർത്ഥങ്ങൾ ഉൾപ്പെടെ വിൽപ്പനയും ഉപയോഗവും കണ്ടാൽ നാട്ടുകാരുടെ വക ഇടി സൽക്കാരം ഉണ്ടായിരിക്കുന്നതാണ്. യാതൊരു ദയാദാക്ഷിണ്യവും ഉണ്ടായിരിക്കുന്നതല്ല. ആദ്യം നാട്ടുകാരുടെ അടി, പിന്നെ പോലീസിൻ്റെ ഇടി. കുളിക്കാൻ വന്നാൽ കുളിച്ചിട്ട് പൊക്കോണം. നാടിന് വേണ്ടി മാടമൺ വടക്കൻസ്. അടിപൊളി ബോർഡ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചത്? അത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം പോലീസുകാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോലീസുകാരിപ്പോൾ നമുക്ക് ഇവിടെ നാട്ടിലുള്ള പിള്ളേരാരും അറിയുന്നില്ല എന്തുകൊണ്ടാണ് ഇവിടെ പോലീസ് വരുന്നതെന്ന് സംഭവം ഒന്നും അറിയുന്നില്ല. അങ്ങനെ നമ്മൾ അങ്ങനെ അവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അറിയാൻ കഴിഞ്ഞു ഇവിടെ പുറത്തുനിന്ന് വരുന്നവർ ഇവിടെ ലഹരി മരുന്നുകൾ വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രി ഒരുപാട് പാതിരാത്രി വന്നിട്ട് കാറിനകത്തൊക്കെ വന്ന് മറ്റെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമ്മൾ അറിയാൻ കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ പിള്ളേരെല്ലാം അവിടെ ഒന്നിച്ചിട്ട് ഇതുപോലെ ഫ്ലെക്സ് വെക്കാൻ കാരണം. അതിനുശേഷം ഒരു സംഭവം ഇവിടെ ഉണ്ടായി. ഈ ഫ്ലെക്സ് വെച്ചാൽ അന്ന് രാത്രി തന്നെ ഇതുപോലെ കുറേ ചെറുപ്പക്കാർ വന്നു കഞ്ചാവൊക്കെ ആയിട്ട്. അത് ഞങ്ങളായിട്ട് തന്നെ അത് പറഞ്ഞ് പിള്ളേരെ കയറ്റി വിട്ടു. അതിനുശേഷം അവർ ഇന്നും ഇവിടെ വന്നിട്ടില്ല. അത് ഇവിടെ നിന്നുള്ള പിള്ളേരല്ല, വയനാട്ടിൽ നിന്നുള്ളവർ. ഇനി ആരെങ്കിലും അങ്ങനെ ലഹരിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോലീസിനെയും എക്സൈസിനെയും ഒക്കെ അറിയിക്കും? പോലീസോ എക്സൈസോ ആരും വന്നില്ലെങ്കിലും ഞങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. നിയമപരമായി നിങ്ങൾ അറിയിക്കണം. തീർച്ചയായിട്ടും നിയമപരമായിട്ട് അറിയിക്കും. ആദ്യം ഞങ്ങളൊന്ന് ഇടപെടും. അതിനുശേഷം ഞങ്ങൾ ഉറപ്പായിട്ടും പോലീസിനെ അറിയിച്ചിരിക്കും. പരിചയമില്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുമോ? പരിചയപ്പെടുമോ? എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമോ? പിന്നെ ഇതാ ചോദിക്കും. നമുക്കറിയാമല്ലോ എവിടെ നിന്ന് ഇപ്പോൾ ആൾക്കാരെ കാണാത്തൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ ചോദിക്കും, ജസ്റ്റ് ചോദിക്കും എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കും, തിരക്കും എവിടെ നിന്നൊക്കെയാണ് വന്നത് എന്നൊക്കെ ചോദിക്കും. ഇത് കാണണം, വരുന്നവരെല്ലാം കാണണം. ഇത് വരുന്നവർ കാണുന്ന വെച്ചാൽ പരിചയമില്ലാത്ത ആൾക്കാർ വരുമ്പം ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് അവർക്കൊരു ഇത് പേടി വേണം. ഈ കേരളത്തിലെ മറ്റിടങ്ങളിലുള്ള ചെറുപ്പക്കാരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എല്ലാവരും പറയാൻ ഒന്നേ ഉള്ളൂ, ഇതുപോലെ തന്നെ നമ്മുടെ മാടമൺ വള്ളക്കടവിലെ പോലെ തന്നെ എല്ലായിടത്തും എല്ലാ ചെറുപ്പക്കാരും ഒന്നിക്കണം. കാരണം ഒരുത്തനും ഇനി ലഹരി മരുന്നിൻ്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ പേരും പറഞ്ഞ് പുതിയൊരു തലമുറയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരുത്തനും മുമ്പോട്ട് വരല്ലേ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളാണെങ്കിലും അവനെ അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിയെടുക്കണം. ഇതിലും വലിയ സന്ദേശം ഇനി എന്തുണ്ട്? കുളിക്കാൻ വന്നാൽ കുളിച്ചിട്ട് പൊക്കോണം. പമ്പാ നദിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട. അവരുടെ ഐഡിയൊക്കെ കൊള്ളാം, പക്ഷേ നിയമം കയ്യിലെടുക്കരുത് എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗമോ ലഹരി വിൽപ്പനയോ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും അത് പോലീസിനെയും എക്സൈസിനെയും ഒക്കെ അറിയിക്കുക എന്നതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. തുടർ നടപടികൾ അവർ സ്വീകരിച്ചുകൊള്ളുകയും ചെയ്യും.